2025 ഏപ്രിൽ 22 വെക്കേഷൻ ആഘോഷിക്കാനായി കശ്മീരിലെ പഹൽഗാമിലെ ബൈസറൻ വാലിയിൽ ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സമയമായിരുന്നു അത്. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഹൈ ഓൾട്ടിറ്റ്യൂഡുള്ള കാണാൻ അതീവ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. 5-6 കിലോമീറ്ററോളം കുതിരപ്പുറത്ത് യാത്ര ചെയ്തായിരുന്നു പലരും ഇവിടെ എത്തിയിരുന്നത്. സമയം ഏതാണ്ട് 1:50. പട്ടാള യൂണിഫോം ധരിച്ച കുറച്ച് ആയുധധാരികൾ മലനിരകൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ക്യാമറ ഘടിപ്പിച്ച ഹെൽമറ്റും AK-47 പോലുള്ള തോക്കുകളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇവർ പട്ടാളക്കാരാണെന്ന് ധരിച്ച സഞ്ചാരികൾ പിന്നെ കണ്ടത് കൂടെയുണ്ടായിരുന്നവർ മരിച്ചു വീഴുന്ന കാഴ്ചയായിരുന്നു. ഓരോരുത്തരോടും പേര് ചോദിച്ച് അവരുടെ മതം മനസ്സിലാക്കി അവരെ കൊല്ലുന്ന ദയനീയ കാഴ്ച. 10 മിനിറ്റോളം മതം ചോദിച്ച് ആ വിവരമനുസരിച്ച് പുരുഷന്മാരെ കൊല്ലുന്ന രീതി തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടെ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കുതിരക്കാരൻ ഈ ഭീകരരുമായി കയ്യാങ്കളിയിലെത്തുകയും കുറച്ച് സഞ്ചാരികൾക്കെങ്കിലും രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ 3 വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി സെയ്ദ് ആദിൽ ഹുസൈൻ എന്ന ആ മനുഷ്യൻ ധീരമായ മരണം കൈവരിച്ചു. ശുഭം ദ്വിവേദി എന്ന മറ്റൊരു സഞ്ചാരിയെയും ഭീകരർ കൊല്ലുകയുണ്ടായി. ഇനി എന്തിന് തന്നെ മാത്രം ബാക്കി വയ്ക്കുന്നു, തന്നെയും കൊല്ലുവാൻ ശുഭം ദ്വിവേദിയുടെ ഭാര്യ ഭീകരവാദികളോട് കരഞ്ഞു പറഞ്ഞു. എന്നാൽ നിന്നെ ഞങ്ങൾ കൊല്ലില്ല എന്നും ഈ കാര്യങ്ങളെല്ലാം ചെന്ന് മോദിയോട് പറയുന്നുമായിരുന്നു ഭീകരരുടെ മറുപടി. രാജ്യം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ ആക്രമണം. നിരപരാധികളായ ഒരുപാട് പേർ മരിച്ചു വീഴുകയും മറ്റു ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധം ആളിക്കത്തി. ഭീകരവാദികൾക്ക് തക്കതായ മറുപടി കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. India will identify, track and punish every terrorist and their backers. 14 ദിവസങ്ങൾ രാജ്യം സൈനികപരമായി തിരിച്ചടിക്കാത്തത് പാകിസ്ഥാനെ ഏറെ ഭയപ്പെടുത്തി. മെയ് 7 രാജ്യവ്യാപകമായി യുദ്ധ സാഹചര്യങ്ങളെ നേരിടാൻ മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചു. എന്നാൽ മെയ് 7 അർദ്ധരാത്രി സൈന്യമൊരു തിരിച്ചടിക്കുള്ള പുറപ്പാടിലായിരുന്നു. പുലർച്ചെ 1:05 മുതൽ 1:30 വരെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരകേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയുടെ മിസൈലുകൾ ശരവേഗത്തിൽ പാഞ്ഞു. അതെ, ഏപ്രിൽ 22 നടന്ന ആക്രമണത്തിന് വെറും 22 മിനിറ്റ് കൊണ്ട് 100-ലേറെ ഭീകരരെ കാലപുരിക്കയച്ച് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന മിഷൻ നടപ്പിലാക്കിയിരിക്കുന്നു. സ്കാൽപ്, ഹാമർ മിസൈലുകളായിരുന്നു വ്യോമസേന ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചത്. അതും നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ 4.5 ജനറേഷൻ അത്യാധുനിക റഫാലെ വിമാനങ്ങൾ ഉപയോഗിച്ച്. ജെയ്ഷെ മുഹമ്മദിന്റെ ബഹവൽപൂരിലെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം കത്തിച്ച് ചാമ്പലാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. എന്നാൽ ഭീകരവാദികളെ വളർത്തുന്ന പാകിസ്ഥാൻ ഗവൺമെന്റിന് ഇത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഇതിന് തിരിച്ചടിയായി മെയ് 7 രാത്രി മുതൽ കശ്മീരിലെ പൂഞ്ച്, രജൌരി സെക്ടറിൽ പാകിസ്ഥാൻ സേന കനത്ത ഷെല്ലിംഗ് തുടങ്ങി. നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടാൻ തുടങ്ങി. അന്ന് രാത്രി തന്നെ കശ്മീരിലും പഞ്ചാബിലും രാജസ്ഥാനിലും 100 കണക്കിന് അറ്റാക്കിംഗ് ഡ്രോണുകളും മിസൈലുകളും അയച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ S-400 ആകാശ് മിസൈലും പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു ഡ്രോണോ മിസൈലോ പോലും രാജ്യത്ത് വീഴാതെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെടുന്നു. പുറത്തുവിട്ട വിവരമനുസരിച്ച് കശ്മീരിലും പഞ്ചാബിലും ആക്രമിക്കാൻ അതിർത്തി കടന്നു വന്ന പാകിസ്ഥാന്റെ 2 JF-17 വിമാനങ്ങളും ഒരു F-16 വിമാനവും അന്നേ ദിവസം ഇന്ത്യൻ വ്യോമസേന അടിച്ചിടും. ഇതിനിടയിൽ INS വിക്രാന്ത് അടക്കം ഇന്ത്യൻ നാവികസേനയുടെ 26 യുദ്ധക്കപ്പലുകൾ കറാച്ചി തീരത്തേക്ക് കടന്നിരുന്നു. അടുത്ത ദിവസം രാത്രിയും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. അതിർത്തി കടന്നു വന്ന പാകിസ്ഥാന്റെ ഒരു F-16 യുദ്ധവിമാനവും ഒരു അവാക്സ് വിമാനവും തകർത്ത് ഇന്ത്യ പ്രത്യാക്രമണം തുടങ്ങി. റഫാലെ സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ ലാഹോറും കറാച്ചിയും നൂർഗാൻ ബേസും അടക്കം 11 എയർബേസുകൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. തന്ത്രപ്രധാനമായ നൂർഗാൻ ബേസിന് വലിയ രീതിയിൽ നാശനഷ്ടം വരുത്തി. തൊട്ടടുത്തായി പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്ന കിരാന ഹിൽസിലും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പതിച്ചു. Thank you for telling us that Kirana Hill houses some nuclear installation. We did not know about it.
ഇതോടുകൂടെ ആവണം ആരുടെയും മധ്യസ്ഥതയില്ലാതെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടുകൂടെ വെടിനിർത്തൽ നിലവിൽ വന്നു. 3 ദിവസം കൊണ്ട് 11 പാക് എയർബേസുകളും നിരവധി വിമാനങ്ങളും തകർത്ത ഇന്ത്യ അടുത്തൊന്നും തിരിച്ചടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പാകിസ്ഥാന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്നു.